സംസ്ഥാനത്തെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി സർക്കാർ നടത്തിവരുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയായ അമ്മയും കുഞ്ഞും പദ്ധതി പോലും അട്ടിമറിച്ച് ആരോഗ്യവകുപ്പ്. അമ്മയും കുഞ്ഞും പദ്ധതി പാളിയതോടെ ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ അമ്മമാർ ചികിത്സയ്ക്ക് പണം തേടി നെട്ടോട്ടത്തിലാണ്. 1 വയസ്സുവരെ കുഞ്ഞിന് സൗജന്യ ചികിത്സ നൽകണമെന്നിരിക്കെ പ്രമേഹത്തിനുള്ള രക്തപരിശോധന മുതൽ വിലയേറിയ മരുന്നുകൾ വരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എഴുതി നൽകുകയാണ് ആശുപത്രി അധികൃതർ. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ദുരിതത്തിലായ അമ്മമാർ ന്യൂസ് 18നോട് ജീവിതാവസ്ഥ തുറന്നു പറഞ്ഞു. സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട വിഹിതം കൃത്യമായി നൽകാത്തതാണ് പദ്ധതി പൊളിഞ്ഞു പോകാൻ കാരണമെന്നും പരാതി ഉയരുന്നു. ന്യൂസ് 18 അന്വേഷണം. ഈ കേസ് ഷീറ്റുകളിൽ പതിപ്പിച്ചിരിക്കുന്ന JSSK എന്ന സീൽ നവജാത ശിശുക്കൾക്കും അമ്മമാർക്കും നൽകുന്നൊരു ഉറപ്പുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പ്രസവ ചികിത്സക്കായി എത്തുന്ന അമ്മയ്ക്കും പിന്നീട് നവജാത ശിശുവിനും അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം സർക്കാർ സൗജന്യ ചികിത്സ നൽകുമെന്ന ഉറപ്പാണ് ആ സീലിനുള്ളത്. അമ്മയ്ക്ക് 40 ദിവസവും നവജാത ശിശുവിന് 1 വയസ്സുവരെയും സൗജന്യ ചികിത്സ സർക്കാർ ഉറപ്പു നൽകുന്നതായി നിയമസഭാ രേഖകളും വ്യക്തമാക്കുന്നു. ഇനി പറയേണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ICUവിൽ ചികിത്സയിലിരിക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ ഈ അമ്മമാരാണ്. ജൂൺ 16-നായിരുന്നു ഡെലിവറി നടന്നത്. അന്ന് തൊട്ട് ഇപ്പം തൊട്ടുള്ള മെഡിസിൻസ് നമ്മൾ എല്ലാം പുറത്തുനിന്നാണ്. ഒന്നും എനിക്ക് അമ്മയും കുഞ്ഞും പദ്ധതിയിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവിടുന്ന് ഒരു മെഡിസിൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പൈസ കിട്ടുന്നില്ലേ അവിടുന്ന്? ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്നാണോ വാങ്ങുന്നത്? സൗജന്യ ചികിത്സ അവകാശമെന്നിരിക്കെ ദിവസേന 1000 രൂപയോളം ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സക്കായി കണ്ടെത്താൻ പാടുപെടുകയാണിവർ. ഡയപ്പർ മുതൽ വിലയേറിയ ചികിത്സാ ഉപകരണങ്ങൾ വരെ പുറമേ നിന്ന് വാങ്ങി നൽകേണ്ടി വരുന്നു നിർധനരായ ഈ അമ്മമാർക്ക്. ഏകദേശം ഒരു 50 അടുപ്പിച്ചൊക്കെ എല്ലാം കൂടെ 50,000 രൂപ അടുപ്പിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഞാനും ഉണ്ടായിരുന്നു. ഞാനൊരു മാസമായിട്ട് കിടക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. ലാബ് ടെസ്റ്റുകളും എല്ലാം പുറത്താണോ ചെയ്യുന്നത്? എല്ലാം പുറത്താണ്. ഏകദേശം കുറച്ച് മാസമുള്ള അകത്ത് ചെയ്യുന്നത്. ബാക്കിയെല്ലാം പുറത്താണ് ചെയ്യുന്നത്. പുറത്താണ്. അപ്പൊ ഒരു ദിവസം എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഒരു ദിവസം എങ്ങനെ പോലും 10,000 രൂപയോളം ആവുന്നുണ്ട്. മരുന്നും ഡയപ്പറും അങ്ങനെയുള്ള എല്ലാം മരുന്നുകളും എല്ലാം കൂടെ. പലരും 15ഉം 20ഉം ദിവസമായി ചികിത്സയിലിരിക്കുന്നവർ. 27ാമത്തെ ആഴ്ചയിലെ പ്രസവിച്ചു. അപ്പൊ ഇനി എത്രത്തോളം കിടക്കേണ്ടി വരുമെന്ന് പറയാറായിട്ടില്ല. അപ്പൊ ഇതേ സെയിം സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ മെഡിസിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മെഡിസിനൊക്കെ ഈ അളവിൽ ഇതേ റേറ്റാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അത്രയ്ക്കും പൈസ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ചേർത്ത് പിടിക്കുമെന്ന ഉറപ്പ് നൽകിയ സർക്കാർ നിഷ്കരണം പുറന്തള്ളിയപ്പോൾ ന്യൂബോൺ ICUവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുറിപ്പടികൾ അമ്മമാരുടെ കൈകളിലിരുന്ന് വിറങ്ങലിക്കുകയാണ്. ഒരു 2 ട്യൂബ് കുഞ്ഞുങ്ങൾക്ക് വേണമായിരുന്നു. കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം അവർക്ക് ട്യൂബ് വഴിയാ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്യൂബ് അത് പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. എത്ര രൂപയായിരുന്നു? ഏകദേശം 8,000 സംതിങ് ആവും ഒരാൾക്ക്. അപ്പൊ 2 പേർക്കാകുമ്പോൾ 17,000 രൂപ അടുപ്പിച്ചാവും. 60% കേന്ദ്രവും 40% സംസ്ഥാന വിഹിതവും നൽകി ജനനി സുരക്ഷാ കാര്യക്രമമെന്ന പദ്ധതിയാണ് പിന്നീട് അമ്മയും കുഞ്ഞും പദ്ധതിയായി കേരള സർക്കാർ അമ്മമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന വിഹിതം ലഭ്യമാക്കുന്നതിൽ പാളിച്ചകൾ വന്നതോടെയാണ് പദ്ധതിയുടെ ചുവട് പിഴച്ചതെന്ന് പരാതികൾ ഉയർന്നു. പ്രസവശേഷം വീടുകളിലേക്ക് പോകാൻ വാഹന സൗകര്യം ഒരുക്കി നൽകുന്നതിന്റെ പണച്ചിലവടക്കം വഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ അമ്മമാരെയും നവജാത ശിശുക്കളെയും നിഷ്കരണം തള്ളിവിട്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്തെന്ന് ഊറ്റം കൊള്ളുന്നവർ നിരാലംബരായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളെയും അവരുടെ ഈ അമ്മമാരെയും ഒന്ന് കൺതുറന്നു കാണണം. അവകാശപ്പെട്ട ചികിത്സാ സഹായങ്ങൾ പോലും നിഷേധിക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
പദ്ധതി തുക ലഭ്യമാക്കുന്നതിൽ കുടിശ്ശിക വന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും. സർക്കാർ നൽകുന്ന എല്ലാ മരുന്നുകളും രോഗികൾക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ പറഞ്ഞു. ബാക്കിയുള്ളവയാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. പരാതി ഉന്നയിച്ചവരുടെ വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. ന്യൂബോൺ ഐസിയുവിൽ കിടക്കുന്ന കുട്ടികളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് അവരുടെ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ടവരായിട്ടും അവർക്ക് മരുന്നുകളും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു എന്നൊരു പരാതി ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു സാഹചര്യം എന്താ സാറേ? ഇവിടെ ഉള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. അല്ല സാർ, അവര് ഒരു ഷുഗറിന്റെ 10 രൂപയുടെ സ്ട്രിപ്പ് എല്ലാ സാധനവും അവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ സഹായങ്ങളും എല്ലാ രോഗികൾക്കും കിട്ടുന്നുണ്ട്. ഗവൺമെന്റ്